ഹലോ, ഞാൻ ആദ്യമായിട്ട് ചക്കപ്പഴം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്താവോ എന്തോ. അതിന് ഞാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു. ചക്കപ്പഴം, അരിപ്പൊടി, ശർക്കര, തേങ്ങ, ഏലക്കപ്പൊടി, ഇതെല്ലാം എടുത്ത് വെച്ചു. ഇനി ഞാൻ ആദ്യമായിട്ട് ശർക്കര പാനി ഉണ്ടാക്കാനാണ് പോകുന്നത്. ശർക്കര എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശർക്കര പാനി ഒഴിച്ച് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണം. അങ്ങനെ ശർക്കരയിൽ വെള്ളം ഒഴിച്ച് സ്റ്റവ് കത്തിച്ചിട്ട് ഞാൻ വെക്കണം. ഇനി എടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ജാറിൽ ചക്കപ്പഴം എടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ അതേ ജാറിനകത്ത് ചക്കപ്പഴം എല്ലാം എടുത്തിട്ടു. ഇനി അതിനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ശർക്കര പാനി നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത് ചക്കപ്പഴം നന്നായിട്ട് അടിച്ചെടുത്ത ചക്കപ്പഴം കുഴയ്ക്കാനുള്ള പാത്രത്തിനകത്ത് എടുത്തിടുകയാണ്. അതിലേക്ക് ഞാൻ അരിപ്പൊടി ചേർത്തു. അരിപ്പൊടി പുട്ടുപൊടിയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതിന് ചേർത്തു. ഇനി അതിലേക്ക് തേങ്ങ ചേർത്തു. ഇനി ഏലക്കാപ്പൊടി ചേർത്തു. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ ഇതുണ്ട് കേട്ടോ, ടെൻഷനൊക്കെ ഉണ്ട്. എന്താവുമെന്ന് അറിയില്ല, ആദ്യമായിട്ട് ഉണ്ടാക്കണമെന്നതിൻ്റെ ഒരു ഇത്. എല്ലാം കൂടെ മിക്സാക്കി എടുത്ത് തരുമ്പോൾ ശരിയാവുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നോക്കി നോക്കാം. അങ്ങനെ എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര പാനി അരിപ്പ എടുത്തിട്ട് അരിച്ചൊഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അരിപ്പ എടുത്ത് അതിൽ അരിച്ചൊഴിക്കുക ചെയ്യണത്. അത് അരിച്ചൊഴിക്കണുണ്ട്. ആവശ്യത്തിന് ഞാൻ കുറച്ച് വെള്ളമൊഴിച്ച് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടത് ആവശ്യത്തിൻ്റെ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണുണ്ട്. അപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മറ്റേ പൊരിയണി ഇല കിട്ടിയത്, വട്ടത്താമര ഇല. അപ്പോൾ അതെനിക്ക് കിട്ടിയപ്പോൾ അതിലുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. വയണയില കിട്ടിയില്ല. അപ്പോൾ ഈ പൊരിയണി ഇലയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ മിക്സ് എടുത്ത് അതിനകത്ത് വെച്ച് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് പരത്തിയൊക്കെ എടുക്കുകയാണ്. പരത്തിയെടുത്തിട്ടും നൈസായിട്ട് പരത്തിയിട്ട് മടക്കിയെടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തൊക്കെ വെക്കുന്നുണ്ട്. ഇനി അടുത്ത ഇലയിലോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാ ഇലയിലും ഇതൊന്ന് പരത്തി വയ്ക്കാം. അഞ്ചെണ്ണം പരത്തി വെച്ച്. ഇനി ആറാമത്തെയാണ് പരത്താൻ പോകുന്നത്. ഇത് ലാസ്റ്റ് വണ്ണായിരിക്കും. അപ്പം ഇത് കൂടി ആകുമ്പോഴത്തേക്കും പരത്തി തീരും. എന്നിട്ട് നമുക്ക് ഇഡ്ഡലിക്കൂട്ട് അതിലോട്ട് എടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്.
നല്ല ചക്കപ്പഴത്തിന് മണം വരുന്നുണ്ട്, നല്ല മണം. അപ്പോൾ മൊത്തം എത്ര എണ്ണമായി? 7 എണ്ണമായി എന്ന് തോന്നുന്നു. ഇനി നമ്മുടെ ഇഡ്ഡലിക്കൂട്ട് അതിൽ കുറച്ച് വെള്ളവും വെച്ച് ഇഡ്ഡലി തട്ടും വെച്ച് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഓരോന്നായിട്ട് വയ്ക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കാം. ഞങ്ങൾ പൊരിയണി ഇലയെന്നാണ് പറയണത്, പക്ഷേ ചിലരൊക്കെ വട്ടത്താമര ഇലയെന്ന് പറയുന്നുണ്ട്. ഇനി ഈ കാണുന്നവരുടെയൊക്കെ അവിടെ എന്താ പറയണതെന്നൊന്ന് പറയണേ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചക്ക അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് പ്ലേറ്റിലോട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യത്തെ സംരംഭമാണ് ജീവിതത്തിൽ, അപ്പം ഒന്ന് നോക്കി നോക്കാം. ഞാനങ്ങനെ ഇലയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ചക്ക അപ്പം ആദ്യമായിട്ടായതുകൊണ്ടേ എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ട്. ഇനി കൂടെ കട്ടൻ ഇല്ലാത്തൊരു പരിപാടിയില്ല, അപ്പം കൂടെ ഒരു കട്ടനും കൂടെ ഉണ്ടാലേ ഒരു സുഖമുള്ളൂ. കട്ടനും ഒഴിച്ച് ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം എന്താവുമോ. ആദ്യം എൻ്റെ മോന് തന്നെ ആദ്യം ഒന്ന് പരീക്ഷിക്കാൻ കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവനത് കറക്റ്റ് പറയുമെന്നാണ് തോന്നുന്നത്. പിന്നെ അവൻ എന്ത് കൊടുത്താലും അവന് ഇഷ്ടപ്പെടില്ല എന്നൊക്കെയാണ് അവൻ പറയണത്. ഇനി എന്താണെന്നറിയില്ല, നോക്കിയൊക്കെ. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവന് ഇഷ്ടപ്പെടാറില്ല പൊതുവിൽ. പായസം ഇങ്ങനെയൊന്നും അവന് മധുരമുള്ളതൊന്നും അത്ര ഇഷ്ടമല്ല. എന്തെങ്കിലും സ്നാക്സൊക്കെയാണ് ഇഷ്ടം, കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സ്നാക്സ്. കൊള്ളാമോ? ഇഷ്ടപ്പെട്ട? അവനത് കഴിച്ചിട്ട് ഒരു ഡാൻസും കളിക്കുന്നു. ഇത്ര പവറും എൻ്റെ ചക്കയപ്പത്തിന്. താങ്ക് യു. കഴിച്ചു നോക്കിയാ